പരീക്ഷാ ക്രമക്കേടിലും പോലീസ് നടപടിയിലും പ്രതിഷേധിച്ച് പാലക്കാട്ട് SFI പ്രതിഷേധം നടക്കുകയാണ്. തത്സമയം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അവകാശപ്പെട്ടുള്ള മാർച്ചാണ് ഈ പാലക്കാടിന്റെ ഹൃദയഭാഗത്തെ വിളവണിച്ചുകൊണ്ട് ഇന്ത്യയിലെ വിദ്യാർത്ഥി സംഘടന നിരവധി അനവധി പോരാട്ടങ്ങളെ തിരിച്ചുകൊണ്ട് പാലക്കാട്ടെ പാലക്കാട്ടെ SFI വിദ്യാർത്ഥികളെ സലാം, എന്താണ് SFIയുടെ ഡിമാൻഡ്സ്? മാർച്ചാണ് ഇന്ന് കളക്ടറേറ്റുകളിലേക്ക് സംസ്ഥാന തലത്തിൽ തന്നെ ആലോചിച്ചിരുന്നത്. അങ്ങനെ നേരത്തെ തന്നെ സമരം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സമരം ഡൽഹിയിൽ തുടങ്ങുന്നത്. അതിനെതിരെ പോലീസ് നടപടി പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള ജില്ലാ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് ഇപ്പോൾ SFI മാർച്ച് നടത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ ആവശ്യങ്ങൾ മാറ്റി നീറ്റ് ക്രമക്കേടിനെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, അതോടൊപ്പം തന്നെ പോലീസ് നടപടിയിൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം, അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിനടുത്തേക്ക് എത്തിയിരിക്കുന്നത്. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിനടുത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടയുകയായിരുന്നു. എടുത്തു പറയേണ്ട കാര്യം, സാധാരണ SFIയുടെ ഈ അടുത്ത കാലത്ത് നടന്ന സമരങ്ങളിൽ വലിയ വിദ്യാർത്ഥി പങ്കാളിത്തമുള്ള ഒരു സമരമായി തന്നെ ഇത് ഒരു പ്രതിഷേധമായി തന്നെ മാറിയിട്ടുണ്ട്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. ഹെഡ് പോസ്റ്റ് ഓഫീസിൽ സമീപത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ആദ്യഘട്ടത്തിൽ രഹസ്യ സമയത്ത് തന്നെ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയായിരുന്നു. അതിനുശേഷമാണ് വിദ്യാർത്ഥികൾ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമം വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടായത്. ഏതായാലും വലിയ ഒരു വിദ്യാർത്ഥി പങ്കാളിത്തത്തോടുകൂടിയുള്ള അതിശക്തമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ SFI ആയിട്ടുണ്ട്. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിനടുത്താണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുള്ളത്. ഏതായാലും ഒരറ്റം ഏതാണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഈ മാർച്ചിന്റെ ഭാഗമായി പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹമാണ് നേരത്തെ തന്നെ ഈ പ്രദേശത്ത് നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബാരിക്കേഡ് വെച്ച് വിദ്യാർത്ഥികളെ തടയുകയായിരുന്നു. ഇപ്പോൾ ഒരു റൗണ്ട് ജലപീരങ്കി പോലീസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ പ്രവർത്തന ഭാഗത്തുനിന്ന് കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ലാത്തിചാർജ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ പ്രവർത്തനങ്ങളുടെ ഭാഗത്ത് ഒരു പ്രകോപനം ഉണ്ടാകുന്നുണ്ട്. അക്രമാസക്തമാകാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ നിലവിലുണ്ട്. ആദ്യഘട്ടത്തിൽ ഒന്നാം റൗണ്ട് ജലപീരങ്കിയാണ് പോലീസ് ഉപയോഗിച്ചത്. ശേഷമാണ് പ്രവർത്തകരെ അല്ലെങ്കിൽ നേതാക്കളോട് പ്രവർത്തനം അന്വേഷിക്കാനുള്ള ഒരു ശ്രമമൊക്കെ തന്നെ പോലീസ് നടത്തിയത്. ഇപ്പോൾ പ്രവർത്തകർ ശാന്തരാണെങ്കിൽ പോലും മാർച്ച് തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ പ്രവർത്തന ഭാഗത്തുള്ള പ്രകോപനം ഉണ്ടാകാനും മാർച്ച് അക്രമാസക്തമാകാനുമുള്ള ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും വലിയ പങ്കാളിത്തത്തോടുകൂടിയുള്ള പ്രതിഷേധം തന്നെ സംഘടിപ്പിക്കാൻ SFI ആയിട്ടുണ്ട്. രാജ്യത്താകമാനം ആഞ്ഞടിക്കുന്ന വിദ്യാർത്ഥി വിരുദ്ധ അല്ലെങ്കിൽ നീറ്റ് കമ്മിഷനെ തുടർന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിഷേധത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധം തന്നെ സംഘടിപ്പിക്കാൻ SFIക്ക് പാലക്കാട് ജില്ലയിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രവർത്തകരുടെ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഈ മാർച്ചിന്റെ ഭാഗമായിട്ടുള്ള പങ്കാളിത്തം ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. രാജ്യത്താകമാനം ആഞ്ഞടിക്കുന്ന അല്ലെങ്കിൽ ഡൽഹിയിൽ തുടങ്ങിയ ഈ പ്രതിഷേധക്കാറ്റിന്റെ പ്രതിഷേധക്കാറ്റിന്റെ ചൂട് കേരളത്തിലും ആഞ്ഞടിപ്പിക്കാൻ SFI ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള വിദ്യാർത്ഥി പങ്കാളിത്തം സൂചിപ്പിക്കുന്നത്. പ്രവർത്തകർ അല്പസമയം മുമ്പാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രതിഷേധ മാർച്ച് പാലക്കാട് ജില്ലാ ഹെഡ് പോസ്റ്റ് ഓഫീസ് സമീപത്തെത്തിയത്. അവിടെ വെച്ചാണ് പോലീസ് ബാരിക്കേഡ് വെച്ച് തകർന്നത്. ആദ്യ റൗണ്ട് ജലപീരങ്കി പോലീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പക്ഷേ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ പ്രകോപനങ്ങളോ അത്തരത്തിൽ അക്രമാസക്തമാകാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. SFIയുടെ നേതാക്കളൊക്കെ തന്നെ സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലുള്ള നേതാക്കളൊക്കെ തന്നെ മാർച്ചിന്റെ ഭാഗമായി പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട സ്കൂളുകൾ, കോളേജുകൾ ഉൾപ്പെടെയുള്ള അവിടെ നിന്നൊക്കെ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ മാർച്ചിന്റെ ഭാഗമായി പങ്കെടുക്കുന്നത്. അത്തരത്തിൽ വലിയ പങ്കാളിത്തം ഉറപ്പാക്കാൻ SFI ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. സാധാരണ കഴിഞ്ഞ 10 വർഷമായി ഭരണ സംഘടന എന്ന നിലയ്ക്ക് SFI നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം സാധാരണ